ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കാർത്തിക, നമ്മുടെ ചാനലിൻ്റെ പേര് HY ക്രിയേറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് സാരി എങ്ങനെയാണ് ഉടുക്കുക എന്ന് നോക്കാം പെർഫെക്റ്റായിട്ട്. ഇത് 2-3 വർഷം പഴക്കമുള്ള ചെക്ക് സാരിയാണ്. ഇതെങ്ങനെയാണ് ഉടുക്കുക എന്ന് നോക്കാം. നമ്മൾ ഉടുത്തെടുത്ത് വരുമ്പം കുറച്ചൊന്ന് ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ പുറത്ത് പോയി വന്ന ശേഷമുള്ള ലുക്കാണ്. ഞാൻ പോയിട്ട് വന്ന ശേഷമാണ് വിചാരിച്ചത്, അയ്യോ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ എന്താണ്. അതുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും നോക്കരുത്. അതുകൊണ്ട് കുറച്ചൊന്ന് സാരി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്, കാരണം കുറച്ച് യാത്ര ചെയ്ത് വന്നതുകൊണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ ഉടുക്കുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടി ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ സാരി എങ്ങനെയാണ് ഉടുക്കുക നോക്കാം. ഇതൊരു പച്ച ചെക്ക് സാരിയാണ് കേട്ടോ. പച്ചയിലൊരു ചന്ദന കളർ ലൈറ്റ് വരുന്ന, അതിൻ്റെ തന്നെ ഒരു ഡാർക്കായിട്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡിലുള്ള ഒരു ചെക്ക് സാരിയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ചെറുതായിട്ടൊരു ഗോൾഡിൻ്റെ ഒരു ഇതുണ്ട്. ഇതാണ് അതിൻ്റെ മുന്താണ് കേട്ടോ. വലിയ ആർക്കൊടുന്നില്ല. ഇത് സാധാരണ ഒരു സാരിയാണ്, സാധാരണ ഒരു അമ്മ സാരി. നമുക്ക് പെട്ടെന്ന് ഉടുക്കാനൊക്കെ പറ്റുന്നൊരു സാരിയാണ്. ഉടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. അമ്പലത്തിൽ യൂസ് ചെയ്യാനും പുറത്ത് യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനും അമ്പലത്തിൽ പോകുമ്പോഴും ഞാൻ ഉടുക്കാറുള്ള സാരി തന്നെയാണ്. ആദ്യം നമ്മുടെ സാരിയുടെ ഒരു തുമ്പത്തായിട്ട് ഒരു കെട്ടിടുക. എന്നിട്ട് അത് നമ്മുടെ തന്നെ, അതായത് വലതുവശത്ത് ഇടുപ്പിൻ്റെ അരുവിനായിട്ട് ഒന്ന് കുത്തി വയ്ക്കുക. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ചുറ്റി നമ്മുടെ പാവാടയിലാണെങ്കിൽ ഇറുക്കി ഇങ്ങനെ ചുരിഞ്ഞ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ അങ്ങനെ വെക്കുന്നില്ല. ഇങ്ങനെ വെക്കുന്നവർക്ക് അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും പോകാം. കുറച്ചൊന്ന് ടൈറ്റ് കിട്ടാൻ വേണ്ടി ഞാനത് കാണിക്കുകയാണ്. ഇങ്ങനെ കുത്തുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെരുവി വെച്ച് ഫുള്ളങ്ങനെ കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഫുള്ളിങ്ങനെ ചുരിഞ്ഞ് വെക്കുന്നതിനോട് അത്ര ഒരു പെർഫെക്റ്റ് തോന്നില്ല. എനിക്ക് നന്നായിട്ട് നമ്മൾ സാരി ഒന്ന് ഉടുക്കുമ്പോൾ എനിക്ക് ടൈറ്റായിട്ട് സാരി എടുക്കുന്നതാണ് ഇഷ്ടം, ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചുറ്റങ്ങ് ചുറ്റിയിട്ട് നമ്മുടെ ആദ്യം കുത്തി വെച്ച സ്ഥലത്ത് തന്നെ ഒന്നുകൂടി ഒന്ന് കുത്തി വയ്ക്കത്തേ ഉള്ളൂ. അവിടെ ഞാൻ പിന്നൊന്നും യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് അവിടെ ഒന്ന് കുത്തി വയ്ക്കുക. അതവിടെ ഇരുന്നോളൂ ടൈറ്റായിട്ട്, അതെങ്ങോട്ടും അഴിഞ്ഞു പോകത്തില്ല. അതിന് ശേഷം നമ്മൾ മുന്താണി എടുക്കുകയാണ്. മുന്താണിയിലോട്ട് പോയിട്ട് മുന്താണി ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച ശേഷമാണ് ഞാൻ പ്ലീറ്റിലോട്ട് പോകുന്നത്. മുന്താണി ഒന്ന് റൗണ്ട് അടിച്ചെടുത്ത ശേഷം ബോഡിയിലോട്ട് വെച്ച് നിങ്ങൾക്ക് എത്ര ഇറക്കത്തിലാണോ മുന്താണി വേണ്ടുന്നത് അതനുസരിച്ച് മുന്താണി എടുക്കുക. ഇത് ഞാനിപ്പോൾ മുന്താണി ഒന്ന് ഞൊറു എടുക്കുകയാണ്. പല രീതിയിൽ പല സാരി എടുക്കുക. ഞാനിത് വേറൊരു രീതിയിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതേപോലെ ചെറിയ പ്ലീറ്റുകളായിട്ട് എടുക്കുക. ചെറിയ പ്ലീറ്റുകളാണ് ഇത് ഈ സാരിക്ക് എടുക്കുന്നത്. എന്ന് വെച്ചാൽ വീതിയുള്ള പ്ലീറ്റല്ല, കുഞ്ഞു പ്ലീറ്റുകളാണ് എടുക്കുന്നത്. ഇതൊക്കെ ഒതുങ്ങുന്നത് തന്നെ. എന്നിട്ട് ജസ്റ്റ് നമ്മളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണം, മുന്താണി മാത്രം. അത് ഇറക്കം എത്രത്തോളം വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഇറക്കത്തിനൊത്ത് എടുത്തിട്ട്, ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെല്ലാം. മൊബൈൽ സാധാ ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെട്ടത്തിൻ്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റുന്നൊരു ഫോണല്ല കേട്ടോ. കുറച്ച് പഴയ ഒരു ഫോണാണ്. അതേപോലെ തന്നെ നല്ല മഴക്കോളുള്ളതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നടന്നിട്ടില്ല കറക്റ്റിന് കിട്ടാൻ. ഇതിപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലായിടവും മഴക്കോളും ഇടിയും മിന്നലും ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഷൂട്ട് ചെയ്തങ്ങ് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര നീളമാണ് ആവശ്യം, നിങ്ങൾക്ക് എത്രത്തോളം നീളമാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കുക. അത് നമുക്ക് അങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം കേട്ടോ. ഇറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. വിട്ടുകളയില്ല, കാരണം നമ്മൾ എടുത്തിട്ട് ഒരു തുമ്പ് കയറി ഇറങ്ങി പോവാതിരിക്കാനാണ് കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് സാരി ഉടുക്കുമ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ ചെരുപ്പിട്ടിട്ട് ഉടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിത് ചെരുപ്പിടാണ്ട് ഉടുക്കുകയാണ് കേട്ടോ. കാരണം വീട്ടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ചെരുപ്പിടാതെയാണ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പൊക്കമുള്ള ചെരുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇതിനൊത്താണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഉടുത്തെടുത്ത് വരുമ്പോൾ നമുക്ക് തന്നെ ചെരുപ്പിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു ചെരുപ്പിട്ട നമുക്ക് എത്ര ലെവലിൽ സാരി വേണം. അത് ഇപ്പോൾ സ്ഥിര സാരി യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം. നമുക്കൊരു ഡെയിലി അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നവർക്ക് അറിയാമല്ലേ, കറിക്ക് സ്പൂൺ വേണ്ട, നമുക്ക് കൈയുടെ അളവ് തന്നെ. ഉപ്പിടണമെങ്കിലും കൈ അളവ് തന്നെ ഇടാമല്ലോ. അതേപോലെ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിടിച്ച് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് വന്നിട്ട് അവിടെ കുത്തി വയ്ക്കുകയാണ് കേട്ടോ. ടൈറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് പിന്നീട് കുത്തണം. പിന്നീട് പ്രത്യേകം മുനെയുള്ള പിന്നുകളെടുക്കുക. അത് എല്ലാ വീഡിയോയിലും പറയും, കാരണം എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. എനിക്ക് വലിയ പിന്നിൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും സാരിയൊക്കെ ഉടുങ്ങി പെർഫെക്റ്റ് ഇട്ട് ഒരു രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെടുത്ത് കുത്താൻ നോക്കുമ്പോൾ പിന്നീട് മുന കാണത്തില്ല. അല്ലെങ്കിൽ കുത്തുന്ന സമയത്ത് പിന്നീട് ആ കമ്പോലത്തെ സാമാന്യം ഉണ്ടല്ലോ, അത് വെച്ചങ്ങ് വളഞ്ഞു പോകും അവിടെയായിട്ട്. അതായത് ഞാനിത് കുത്തുന്നത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തായിട്ടല്ല, കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ്. എന്നാൽ നമ്മുടെ എന്താ പറയുക, ശരീരത്തിൻ്റെ മധുഭാഗത്തുമല്ല, കുറച്ച് നമ്മൾ സൈഡ് മാറിയാണ് കുത്തുന്നത്. അതിന് ശേഷം ഇങ്ങനെ ഞൊറുവാണ്. അതിനെ തന്നെ കുറച്ച് പ്ലീറ്റായിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതൊന്ന് വലിച്ചാൽ തന്നെ വരും.
അങ്ങനെ പല രീതി ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഓരോ സാരിയുടെ ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ സാരിക്ക് ഓരോ രീതിയിൽ എടുക്കുന്നേ കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കാം കേട്ടോ, ഏത് സാരിക്കാണ് നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏതോ എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. ഇതൊന്നുമല്ല, നിങ്ങളുടേതായ ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ അതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ സാരി സാരി ഡ്രാപ്പിങ്ങിൻ്റെത് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഓരോ രീതിയിൽ. ഞാനിതിപ്പം അവിടുന്നേ ഞൊറുവായിട്ട് എടുക്കുന്നത് കണ്ടോ. അപ്പോഴതിങ്ങ് വന്ന് അത് കണ്ടോ. എന്നിട്ട് നമ്മുടെ ഈ കോട്ടൺ സാരിയൊക്കെ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൈക്കൊന്ന് കോട്ടൺ ആണെങ്കിലും എന്താ പറയുക, കുറച്ച് നമ്മൾ ഉടുത്ത് പഞ്ഞിക്കെട്ട പോലായ സാരിയാണെങ്കിൽ നമ്മുടെ കൈക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി, സാരി അവിടെ തന്നെ ഇരുന്നോളും. ഇത് കണ്ടോ, അതേപോലെ വരും. സാരികളിൽ തന്നെ പലതരം സാരികളുണ്ട്, കോട്ടണിൽ തന്നെ പല കോട്ടനുണ്ട്. എനിക്ക് 2-3 തരത്തിലുള്ള കോട്ടൺ സാരികൾ ഇനിയുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം. അതിൽ തന്നെ ഒരു സാരി ഉണ്ട്, അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒതുങ്ങാത്തൊരു സാരി. അത് ഒതുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതെല്ലാം എടുത്തിട്ട് ഇത്രയും ഞൊറുവിനെയും കൂടി ഒന്ന് ഒത്തു പിടിക്കുക. അതിനുശേഷം ബാക്കി വെച്ചിട്ട് ഞാനിവിടെ 3-4 ഉണ്ട്. അത് നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ എടുത്തു വരുമ്പോൾ നമുക്ക് എത്രത്തോളം എവിടം വരെ വേണം അത് പിന്നെ അതേപോലെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചുമാണ് കേട്ടോ. കുറച്ചുകൂടി വണ്ണമുള്ളവർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാവും. വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അതിൽ നിന്ന് ഭംഗി, മീഡിയം ആയിട്ടുള്ളവർക്ക് ഭംഗി. സാരി ആർക്ക് കൊടുത്താലും ഭംഗി തന്നെയാണ്, അത് എങ്ങനെ ഉടുക്കണമെന്നില്ല. അതേപോലെ നമുക്ക് സാരിക്ക് മറ്റ് ഡ്രസ്സുകളെ അപേക്ഷിച്ച് സാരിക്കുള്ളൊരു വ്യത്യാസം തന്നെ പറയാം. നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോയിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇത് വോയിസ് കൂടി പറയുകയാണ്. ഞാനിവിടെ പ്ലീറ്റ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സാരി ഉടുക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സാരിക്കുള്ളൊരു പ്രത്യേകത മറ്റ് ഡ്രസ്സുകളെ അപേക്ഷിച്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം പെട്ടെന്ന് വണ്ണം കുറയേ കൂടെ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് ഒത്തിരി ചുരിദാറുകൾ, ലാച്ചാമിടി അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പം വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വണ്ണം വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടാൻ നോക്കണമെങ്കിൽ ആ ഡ്രസ്സൊന്നും നമുക്ക് പരുവായിട്ട് വരത്തില്ല. ഒത്തിരി വിഷമം തോന്നും, അയ്യോ നമുക്കത് ഇടാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ സാരിക്ക് അങ്ങനെയല്ല. സാരി നമ്മൾ കനത്താലും കനം കുറഞ്ഞാലും വെയിറ്റ് വെച്ചാലും അത് തന്നെയല്ല കനം. എങ്ങനെ വന്നാലും സാരി തന്നെ. നമുക്ക് അതേപോലെ തന്നെ അത് എത്ര വർഷം എത്ര നാളുകൾ വേണമെങ്കിലും നമുക്കത് റീയൂസ് ചെയ്യാം. അതിനൊരു മോഡൽ മങ്ങിപ്പോയെന്നില്ല. സാരി നോക്കിയാൽ മതി, പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അമ്മമാരൊക്കെ കൊടുത്തിരുന്ന, എൻ്റെ അമ്മയൊക്കെ കൊടുത്തിരുന്ന സാരിയുണ്ട് പണ്ടത്തെ ചൈനീസ് സിൽക്കൊക്കെ. അത് ഈ അടുത്ത സമയത്തും അതൊക്കെ ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചില സാരികൾ അമ്മയുടെ അടുത്ത് അമ്മ ഇതൊന്ന് ഇങ്ങനെ നോക്കാമെന്ന് പറയുമ്പം പറയാം, ഇത് പണ്ടത്തെ ആയിരുന്നു, അവരൊക്കെ പഠിക്കുന്ന സമയത്തുള്ള സാരികളായിരുന്നു. അതേപോലെ ഇടയ്ക്ക് ഷോൾ ഇടുന്ന മോഡലുകൾ കാണിക്കുമ്പോൾ പറയും, ഇതൊക്കെ പണ്ടത്തെ ആയിരുന്നു, ഞങ്ങൾ പഠിക്കുന്ന സമയത്തുള്ളതാണ്. അതുകൊണ്ട് സാരിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഗുണമുണ്ട്. ഗുണമല്ല, സാരിക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും സാരിയെ യൂസ് ചെയ്യാൻ, ബാക്കി ഡ്രസ്സ് പോലെയല്ല. അഥവാ നമുക്ക് ബ്ലൗസ് നമുക്ക് എന്താ പറയുക പരുവല്ല എന്ന് വന്നാൽ പോലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം എന്താ മാച്ചിങ് ബ്ലൗസ് അല്ല, മാച്ചിങ് അല്ലാത്ത അൺമാച്ചിങ് ബ്ലൗസുകളാണ് നമ്മൾ മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സാരി ഒരു എന്താ പറയുക, സാരി ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് തന്നെയാണ്. സാരിയെ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ എടുത്താലും സാരിയുടെ സ്ഥാനം ഫസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് പോകാം. ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇന്നലെ ആയപ്പോൾ സാരിക്ക് മാത്രം എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഇവിടെ സാരി ഏകദേശം ഞാൻ ഫ്രണ്ട് പ്ലീറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പ്ലീറ്റെല്ലാം നമ്മുടെ സാരിയുടെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ ഞൊറു എടുത്തില്ലേ, ഇത് ഞാൻ കുരുകുര പറയാൻ മറന്നത്, കുരുകുരായാണ് എടുത്തത്. ഇതിൽ ഞാൻ ചില കോട്ടൺ സാരിയിൽ ഞാൻ 3-4 എടുക്കുന്നതാണ് കാണിച്ചത്. ഇത് പക്ഷേ കുരുകുര എടുത്ത്, കാരണം ഇതാണ് ഭംഗി വരുന്നത്. നമ്മൾ 3-4 എടുത്ത് ഇതിന് ആ ഒരു ഭംഗി എടുത്തത്, അതായത് നമ്മൾ ഉപയോഗിച്ച് വന്നൊരു പഞ്ഞി സാരിയാണ് ഇത്, ചെക്ക് സാരി വരുന്നത്. അതിനുശേഷം നമ്മൾ മാറി നിൽക്കുന്നത്, അതിൽ ഞൊറു എടുക്കുമ്പോൾ ഒന്ന് ആ ഞൊറുവിൻ്റെ ഭാഗത്തേക്ക് വരാതെ അകന്ന് നിൽക്കുന്നതായിട്ടുണ്ടല്ലോ, അതിനെ അങ്ങ് ഫ്രീ ആക്കി വിട്ട ശേഷം അതിനെ നമുക്ക് അവിടെ ചെരുവാം. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഫസ്റ്റ് പ്ലേറ്റ് തുടങ്ങുന്ന ഭാഗമില്ലേ, അതായത് സാരി കുത്തി തുടങ്ങുന്ന അവിടെലോട്ട് വന്നാണ് വയ്ക്കുന്നത്. അപ്പോഴും നമുക്കത് ഉള്ളിലേക്ക് ഇരിക്കുകയും ചെയ്യും, കൂടുതൽ ഇങ്ങോട്ട് തള്ളി വരുത്തത്. ചിലപ്പോൾ നമ്മൾ ചിലത് ഇങ്ങനെ സൈഡിൽ തന്നെ കുത്തിയാലും അങ്ങോട്ട് നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നേരം അവിടെ ഒരു ചുളിവ് പോലെ വന്നിരിക്കും. അതിനുശേഷം സാരി എടുത്തിട്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അകത്തെല്ലാം കുത്തി വെഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ പിന്നിൻ്റെ ആവശ്യം എവിടെയെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്ന് കുത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊള്ളാണ്ട് നോക്കുക. അതേപോലെ തന്നെ പൊട്ടി പോവാണ്ട് നോക്കുക. അയ്യോ പിന്ന് പൊട്ടുമോ എന്നൊരു ടെൻഷനിൽ പോകരുത്.
അത് നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ. അതേസമയം സാരി ഉരിഞ്ഞു ആദ്യമായിട്ട് ഉടുക്കുന്നവർക്ക് ആ ഒരു ഇത് തോന്നുമെങ്കിൽ പിന്നെ അത് അത്ര ഇതായിട്ടൊന്നും വരത്തില്ല കേട്ടോ. നമുക്ക് ഒത്തിരി കംഫർട്ടബിളാണ് സാരി, ഒത്തിരി ഭംഗിയാണ്. ആരും എടുത്താലും അത് എത്ര വയസ്സുള്ളവരും പ്രായമുള്ളവരും. നമ്മൾ ഈ വീട്ടിൽ തന്നെ മക്കളുമാരൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ സാരി ഉടുത്തു പോകുമ്പം അമ്മമാർക്കാണെങ്കിലും ആർക്കാണെങ്കിൽ സാരി ഉടുത്തു പോയി കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. എനിക്കത് കുഞ്ഞിലേ ആണെങ്കിലും വീട്ടിൽ സാരി ഉടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ മക്കൾ അമ്മയുടെ സാരി എടുത്ത് കൊടുക്കുമ്പോൾ അമ്മ എങ്ങനെയുണ്ട് നമുക്കൊരു കൊതിയാണ്. ഞാനും കുഞ്ഞിലേ എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിലേ ഇടാൻ പറ്റാത്ത വലുതായാൽ മാത്രം കൊടുക്കാൻ പറ്റുന്നില്ല സാരി. അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇപ്പം സാരി ഡ്രസ്സ്, സാരി ലാച്ച ഒത്തിരി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ സാരിയൊക്കെ കൊച്ചായിരുന്നപ്പോഴേ എടുത്ത് ഇങ്ങനെ ചുറ്റി നോക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഒറ്റ പ്ലേറ്റ് സാരിയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൽ ഒറ്റ പ്ലേറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഒറ്റ പ്ലേറ്റ് സാരി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തുമ്പ് ഇഴഞ്ഞ് കിടക്കുന്ന നിങ്ങൾ നോക്കണ്ട, ചെരുപ്പിടുമ്പോൾ അത് ഓക്കെ. അതേപോലെ ഞാനെന്ന് വെച്ചാൽ അങ്ങനെ വിരുത്തിട്ട് കിടക്കില്ല. ഒറ്റ പ്ലേറ്റ് ആണെങ്കിൽ കയ്യിലിങ്ങനെ ഒരു കയ്യിൽ പിടിച്ച് നമ്മൾ ചുറ്റി പിടിക്കില്ല, അങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിധത്തിൽ അത് കാണിച്ചതാണ്. അതേപോലെ തന്നെ ഞാനിത് ഈ പ്ലീറ്റ് എടുക്കുന്ന, അതായത് നമ്മുടെ മുന്താണിയുടെ പ്ലീറ്റ് എടുക്കുന്ന 2 തരത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ഒരു രീതി കാണിക്കുകയാണ്. ഇങ്ങനെ ചുരുക്കി എടുക്കുക, എന്നിട്ട് ആ സെക്ഷന് തിരിച്ച് തന്നെ വയ്ക്കുക, മുന്നോട്ട് വയ്ക്കാതെ അകത്തേക്ക് കയറ്റി വെച്ച ശേഷം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വന്ന ഓരോ പ്ലേറ്റും നല്ല തേച്ച് വിടണം കേട്ടോ. ഇങ്ങനെ ഏതത്തിൽ പിടിച്ചിട്ട് ഓരോന്നായിട്ട് ഞാൻ വേറെ പറഞ്ഞ് തന്നിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് തേച്ച് വിടണം. അത് ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഈ മൊബൈലിൽ സ്റ്റോറേജിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ശരിയാക്കിയിട്ട് അത് ശരിയാവുന്നു. കുറച്ച് പഴയ ഫോണായതുകൊണ്ടാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഒരു സെക്ഷൻ ഇതാണ് കേട്ടോ, വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയേ ഉള്ളത്. അത് സ്പീഡ് ഞങ്ങൾ പോയതാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമതൊരു സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുന്താണി എടുത്തല്ലോ, അതായത് നമ്മുടെ കറക്റ്റ് ലെവലിനൊത്ത് എടുത്തില്ലേ, അതേപോലെ എടുത്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, ഞാൻ ആദ്യം കാണിച്ച രീതി എടുക്കാം. എനിക്ക് പക്ഷേ ഈ എടുക്കുന്ന രീതിയെക്കാളും ആദ്യം കാണിച്ച കയ്യിൽ വിരുത്തിയിട്ടിട്ട് എടുക്കുന്നതാണ്. അതെനിക്ക് എത്ര എണ്ണം വേണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് വരുമ്പോൾ അത് നല്ല പ്രാക്ടീസ് ആവും, നമുക്ക് നല്ല ഇതവും കിട്ടും. എന്നിട്ട് അതിനെതാ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് ഉള്ളിൽ കയറിയിരിക്കുന്നത്, ഇപ്പം പുറത്തോട്ട് വരാതെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതിനെ വെളിയിൽ കിട്ടാൻ ഓരോ ഞൊറും എടുത്തിട്ട് ഇങ്ങനെയൊന്ന് വലിച്ച് വിട്ടു കൊടുത്താൽ അപ്പോഴകത്ത് പോയിരിക്കുന്ന ഞൊറു വെളിയിലേക്ക്, ഇതിൻ്റെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി മുന്നോട്ട് വരും. നമ്മൾ ഈ ഞൊറു എടുക്കുമ്പോൾ ചിലതങ്ങ് ഉള്ളിൽ പോകില്ല, അപ്പോൾ അതിൽ പിടിച്ചിട്ട് നമ്മൾ അകത്തുനിന്നേ പിടിച്ചെടുക്കണ്ടേ. അതാണ് അതിൻ്റെ ഒരു ചെറിയ ട്രിക്കാണ്. ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എല്ലാം അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. നമുക്ക് കുറച്ച് 2-3 സ്റ്റെപ്പ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെപ്പോലെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ അവിടെ കിട്ടുന്ന പ്ലീറ്റുകളുടെ ഒരു സെക്ഷൻ ആക്കിയിട്ട് പിന്നുകുത്തി പോയിട്ട് അവസാനം അത് മാറ്റിയത് കണ്ടോ. ഇതിങ്ങനെ കുടഞ്ഞെടുത്താൽ മതി കേട്ടോ. അകത്ത് പോയിരിക്കുന്നത് വെളിയിലോട്ട് കയറി. നമുക്ക് വളരെ എളുപ്പമാണ് ഇതേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന്. അപ്പോഴും നമ്മുടെ മുന്താണി സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പിടിച്ച് എപ്പോഴും ആണെങ്കിലും നിങ്ങളിതാ ഇങ്ങനെ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്തുകൊണ്ട് പോകണേ, ലൂസാവരുത്. സാരി എപ്പോഴും ഉടുക്കുമ്പോൾ ഇങ്ങനത്തെ ടൈറ്റാണ്. അത് തന്നെ നമ്മൾ മുന്താണിയൊക്കെ എടുത്തിട്ട് അതിന് ഓരോ മോഡലിൽ ചെയ്യുന്നുണ്ട്, സൈഡ് വെച്ച് സെൻറ്റർ വെച്ച്. അതേപോലെ തന്നെ മുന്താണി ഒരു പ്ലേറ്റും ഫ്രീ ആക്കി വിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നിരിക്കും, എന്നാലും ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി വരും വീഡിയോസിലൊക്കെ ഞാൻ അത് ചെയ്യാം. അതേപോലെ തന്നെ അപ്പം നമ്മുടെ ഈ സെക്ഷൻ്റെ സാരി ഡ്രാപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഏതത്തിനനുസരിച്ച്. അതിൽ തന്നെ നിങ്ങൾക്ക് വീതിയുള്ള ഫ്രണ്ടിൽ കുറച്ചുകൂടി വീതി വേണമെങ്കിൽ അതനുസരിച്ച് ഓരോ പ്ലേറ്റും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ സാരി ഡ്രാപ്പിങ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. ഒന്നുകൂടി പറയാം, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു പുറത്ത് പോയിട്ട് വന്നിട്ടാണ് എടുക്കുന്നത്. ആകെ കൂടി കോലം കെട്ടിരുന്ന എടുക്കുന്നതാണ്. പക്ഷേ സാരി ചീത്തയായിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കുക. കുറച്ച് ഞാൻ യാത്ര ചെയ്ത് ക്ഷീണമുള്ളതേ ഉള്ളൂ. മുടിയും കാര്യങ്ങളും ഒന്നും വിചാരിക്കരുത് കേട്ടോ. പെട്ടെന്ന് അത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസ് ഇടാം. താങ്ക് യു.